ഇന്ന് പുതിയൊരു വർഷത്തിന്റെ തുടക്കമാണ്. എല്ലാ വർഷവും മുടങ്ങാതെ നാം ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക എന്നത്. അതെ, പുതുവർഷത്തിൽ അവസാനിപ്പിക്കേണ്ടതും തുടങ്ങേണ്ടതുമായ ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ഉറപ്പിച്ചു വെക്കും. ശരിക്കും അതൊരു നല്ല രീതിയാണ്. ഒരു പുതിയ നമ്മളെ തന്നെ സൃഷ്ടിക്കാനുള്ള ശ്രമം നമ്മുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. എല്ലാ വർഷവും മുടങ്ങാതെ മിക്കവരും എടുക്കുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ് ഫിറ്റ്നസ് എന്നത്. ജിമ്മിൽ പോകും, ഡയറ്റ് ശ്രദ്ധിക്കും, ഇതൊക്കെ എല്ലാ തവണയും ആളുകൾ തീരുമാനത്തിൽ ഉണ്ടാവാറുണ്ട്. ഇത് നല്ലൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെയാണ്. അടുത്തതായിട്ടുള്ളത് യാത്രയാണ്. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും അറിയാനും വേണ്ടി യാത്രകൾ നടത്തുമെന്ന പ്ലാൻ. അത് നമ്മെ കൂടുതൽ ജീവിതത്തോട് അടുപ്പമുള്ളവരാക്കും. പുതിയ എന്തെങ്കിലും ഒരു ഹോബി തുടങ്ങുക എന്നതാണ് അടുത്തത്. ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പുതിയ ശീലം തുടങ്ങുക. ഇത് നമ്മെ കുറച്ചുകൂടി നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കും. പുതിയൊരു ഭാഷ പഠിക്കുക, ഏതെങ്കിലും സംഗീതോപകരണം പഠിക്കുക, അല്ലെങ്കിൽ ഔട്ട്ഡോർ സ്പോർട്സ് പോലുള്ള ഹോബികൾ സ്വീകരിക്കുക. ഇവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. കണ്ടമാനം ഷോപ്പിംഗ് ഒന്നും നടത്താതെ ആവശ്യത്തിനുള്ളവ മാത്രം വാങ്ങി പണം നോക്കിയും കണ്ടും ചെലവഴിക്കുക. ഇത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കാനും ഒരു സേവിങ്സിനും നമ്മെ സഹായിക്കും. ഒരു മാറ്റവുമില്ലാത്ത ഐറ്റം പുതുവർഷത്തിൽ കുടിക്കുകയോ വലിക്കുകയോ ചെയ്യില്ല. വെറുതെ പറയുന്നതിന് പകരം അത് പാലിച്ചു നോക്കൂ. വലിയ മാറ്റമായിരിക്കും അത് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഉണ്ടാക്കുന്നത്. കൂടുതൽ വായിക്കുമെന്നൊരു തീരുമാനവും ഒരുപാട് ആളുകൾ എടുക്കാറുണ്ട്. ഫോണൊക്കെ ഒഴിവാക്കി വായനയിൽ ശ്രദ്ധിക്കാൻ പലരും തീരുമാനിക്കാറുണ്ട്. ഇതും ഒരു നല്ല ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ. വായന നമ്മെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കി തീർക്കും. പുറത്തുനിന്ന് കഴിക്കുന്നതിനും ഓർഡർ ചെയ്യുന്നതിനും ഒക്കെ പകരം പാചകം പഠിക്കുമെന്നും സ്വയം പാചകം ചെയ്യുമെന്നുമുള്ള പുതിയ തീരുമാനം കൈക്കൊള്ളുന്നവരും കുറവല്ല. ഇനി അഥവാ എന്നും പാചകം ചെയ്യുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യത്തിനുള്ള പാചകമൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഫോണിലും മറ്റും സമയം ചെലവഴിക്കുന്നതിന് പകരം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന തീരുമാനം എടുത്താൽ നല്ലതായിരിക്കും. വർക്ക് ലൈഫ് ബാലൻസിന് പ്രാധാന്യം നൽകുന്നതും നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. ഇന്ന് പലരും വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കുന്നവരാണ്. ആവശ്യത്തിന് ഉറക്കം പലർക്കും കിട്ടാറില്ല എന്നതാണ് വസ്തുത. ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉറങ്ങുമെന്ന തീരുമാനം എടുക്കാവുന്നതാണ്. ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെ സമയം ചെലവഴിക്കുന്നതിന് പകരം ഡിജിറ്റൽ ഡീടോക്സിന് പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ വർദ്ധിപ്പിക്കും.